യു വോണ്ട് സേവ് വാട്ട് യു ഡോണ്ട് സീ. ഇപ്പം അടുത്ത് എനിക്കുണ്ടായ ഒരു റിയലൈസേഷനാണ്, നമ്മൾ സേവിങ്ങിനും സ്പെൻഡിങ്ങിനും ഇൻവെസ്റ്റിങ്ങിനും പേയ്മെൻറ്റ് അടക്കാനും എല്ലാത്തിനും ഒറ്റ ബാങ്ക് അക്കൗണ്ടാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അധിക സമയവും അത് കാലിയാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മളെ സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ ഏതൊരു ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാലും പല ബുക്കുകൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുള്ളി നമ്മൾ ആ കണ്ണോട് കൂടെ കാണുള്ളൂ. പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ, സൈക്കോളജിക്കൽ ബയാസുകൾ നമ്മൾ അറിയാതെ വാങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ പോലും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഷോപ്പിലേക്കോ അല്ലെങ്കിൽ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ എങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ സ്വന്തം ബാങ്ക് അക്കൗണ്ട് മൊത്തം കൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് UPI ഇനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മളെ ബാങ്കിൽ 1 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം നമുക്ക് റെഡിലി അവൈലബിൾ ആണ്. ജസ്റ്റ് ഒരു സ്കാൻ ചെയ്താണ്ട് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മളെ സിസ്റ്റം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേയ്മെൻറ്റിൻ്റെ കേസ് ഈസിയാക്കി കൊണ്ടുവരാണ്. കുറച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ നോക്കിയാൽ തന്നെ പേയ്മെൻറ്റ് പോകുന്ന രീതിയിലേക്ക് ആയി കഴിഞ്ഞാൽ അത്രയും നമ്മൾ സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കിയൊരു സംഭവമാണ്, നമുക്ക് 2 ബാങ്ക് അക്കൗണ്ട് കീപ്പ് ചെയ്യാം. ഒരു ബാങ്ക് അക്കൗണ്ട് സേവിങ്സിനും ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മളൊരു പേഴ്സ് പോലെ, വാലറ്റ് പോലെ. അപ്പോൾ ഈ വാലറ്റ് ആയിക്കാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, UPI ഇനേബിൾ ചെയ്താണ് നമ്മളെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ഹാൻഡിൽ ചെയ്യാം. പക്ഷേ സേവിങ്സിന്, അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു എമർജൻസി ഫണ്ടൊക്കെ ആയിട്ട് വേറൊരു ബാങ്ക് അക്കൗണ്ട്, ആ ബാങ്ക് അക്കൗണ്ടിൽ UPI ഇനേബിൾ ചെയ്യരുത്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ATM കാർഡ് അതുപോലെ തന്നെ ചെക്ക് ബുക്ക്, ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ കുറവാണ്. നമുക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പോയി ATMലൊക്കെ പോയി എടുക്കണം. അപ്പോൾ സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാനുള്ള അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് ഇതിലേക്ക് മാറ്റി വെക്കുക. തുടർച്ചയായിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളും ഇങ്ങനത്തെ സാധനങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാലറ്റ് പോലുള്ള ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യാം.